വല്ലാണ്ടങ്ങ് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ലഞ്ച് ഉണ്ടാക്കി കഴിക്കണമെങ്കിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റൈസിന്റെ റെസിപ്പി ആട്ടോ ഇത്. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റൈസ് റെസിപ്പി കൂടിയാട്ടോ ഇത്. ഇതിന്റെ കൂടെ ഒരു പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായി ഒരു അരക്കപ്പ് ബിരിയാണി റൈസ് ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പച്ചരി വെച്ചും ഇത് ഉണ്ടാക്കാട്ടോ. കൂടെ ഒരു അരക്കപ്പ് തുവരപ്പരിപ്പും കൂടെ ഒരു ബൗളിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്നങ്ങ് കുതിർത്തെടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്നങ്ങ് കുതിർത്ത് വെക്കാട്ടോ. ഇത് അവിടെ ഇരുന്ന് ഒന്നങ്ങ് കുതിർന്ന് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് നമ്മളിവിടെ കുതിർത്ത അരിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് ആദ്യമേ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ല പോലെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. അതിനൊരു 5 കപ്പ് വെള്ളം ഒന്ന് അളന്നൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി ഇത് കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം. അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പൊ ദാണ്ട് ഒരു 4 വിസിലൊക്കെ കേട്ട് നമ്മുടെ കുക്കറൊക്കെ ഓപ്പൺ ചെയ്താണ്ട് അരിയും തുവരപ്പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പാകമൊക്കെ വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ച് മറ്റൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഈ ചോറ് നല്ല ടേസ്റ്റ് ആട്ടോ. കൂടെ ഒരു ടീസ്പൂൺ ഒക്കെ വെളിച്ചെണ്ണയും കൂടെ ഒന്നങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് ഇതിലേക്ക് ഒരു പട്ടയും 2 ഏലയ്ക്ക് 2 ഗ്രാമ്പു 1 ടീസ്പൂൺ വലിയ ജീരകവും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് ഇതൊന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം കേട്ടോ. ആ ഉഴുന്നിന്റെ ഒക്കെ കളറ് ചെറുതായിട്ടൊന്നങ്ങ് മാറി വരുന്നവരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഈ നെയ്ക്കകത്ത് ഈ പട്ടയൊക്കെ വയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം ഉണ്ടല്ലോ, ഒരു നല്ല മണമൊക്കെ ഒന്ന് വന്നു തുടങ്ങും കേട്ടോ. ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതാണെങ്കിൽ 2 എണ്ണം വരെയും എടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം കുഞ്ഞുള്ളിയും എടുക്കാം കേട്ടോ. കുഞ്ഞുള്ളി ആണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ടു വരുന്നവരെയും അങ്ങ് വഴറ്റിയെടുക്കാം. അതാണ് ഈ പരുവം വരെയൊക്കെ മതിയാവും. ഒന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 5 തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളിയുടെ കാര്യത്തിലൊന്നും പിശുക്കൊന്നും വേണ്ട. കാര്യം തക്കാളി ആട്ടോ ഈ ചോറിന് അത്രയ്ക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം തക്കാളി നല്ല പോലെ വേവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. നല്ല പഴുത്ത തക്കാളി നോക്കി ഒരു 5 എണ്ണം എടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറിയിരിക്കണം. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും അതങ്ങ് മാറിക്കിട്ടു കേട്ടോ. ഇപ്പൊ നാടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുവരെയും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു 2 കപ്പോളം വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളവും ചേർത്ത് ഈ മസാലയായിട്ട് ഇത് നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്ത് ഈ സമയം ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചോറിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തതാണ്. അപ്പം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ചോറിന്റെ മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചോറിന് മിക്സ് ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ഇട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ അടുത്ത് ഇട്ട് കൊടുക്കാൻ. അതിന് കുറേശ്ശെ ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാര്യം ഇത് നല്ലപോലെ കുഴഞ്ഞ് ഒട്ടിയിരിക്കുക. അപ്പം നല്ലപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ഈ റൈസിന്. ഒരിക്കലെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇപ്പൊ ഞാൻ റൈസ് എല്ലാം ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സെപ്പറേറ്റ് ആക്കിയതിനു ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഇതിന്റെ മണ്ടയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും ചേർത്ത് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ചോറിലേക്ക് ഈ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം
1 മിനിറ്റൊക്കെ ഒന്നൊന്ന് അടച്ചു വെച്ചങ്ങ് വേവിച്ചെടുക്കാം. ഇപ്പൊ താണ്ട 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നോക്കി എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാന്ന് നോക്കിയേ. നല്ല അടിപൊളി രുചിയിലാട്ടോ ഇത് കിട്ടുന്നത്. ഇതിങ്ങനെ വെള്ളത്തോടെ ഇരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കഴിക്കാനും അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാട്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ എന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. കൂടെ ഒരു പൊട്ടറ്റോ ഫ്രൈയും ഒരു 2 പപ്പടവും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. ഇനി സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ലഞ്ച് റെസിപ്പി ആട്ടോ ഇത്.